وإلى حضرات أرواح جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين خصوصا إلى حضرة روح خضر عليه السلام وإلى حضرة روح ഇല്യാസ് عليه السلام. ഇലാ ഹദറത്തിയുടെയും ഉത്ഭവം ഷിയായിസാണ്. കാരണം ഷിയാക്കളുടെ ഈ നിലക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ ഇത് കാണും, ഇപ്പോഴും കാണും. അതേപോലെ സൂഫികൾ അവരുടെ വേദികളിൽ, അവരുടെ സദസ്സുകളിൽ ഇലാ ഹദറത്തി നന്നായി കേൾപ്പിക്കുന്നവരാണ്. നമുക്ക് പ്രവാചകൻ മാതൃക കിട്ടണം. ഇസ്ലാം ദീനെ മുഴുവൻ കാര്യങ്ങൾ പഠിപ്പിച്ചു വന്നുകൊണ്ട് അല്യവും അക്മൽത്തിലക്കും ദീനക്കും എന്ന ആയത്തിലൂടെ ഇസ്ലാമിൽ എന്തൊക്കെ നമ്മൾ ആചരിക്കേണ്ട അനുഷ്ഠാനങ്ങൾ ഉണ്ടോ അതൊക്കെ പഠിപ്പിച്ച് പൂർത്തിയാക്കിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയത്. അതുകൊണ്ട് തന്നെ ആ റസൂല് കാണിച്ചു തന്ന മാതൃകയിലില്ലാത്ത ഒരു കാര്യം, അത് പ്രാർത്ഥനയാകട്ടെ, ആരാധനകളാകട്ടെ, നമസ്കാരമാകട്ടെ, എന്താകട്ടെ ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ വിസ്ഡം പ്രൂഫ് പോയിൻ്റ് ശ്രോതാക്കളെ, വിസ്ഡം പ്രൂഫ് പോയിൻറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പ്രൂഫ് പോയിൻറ്റിൽ നമ്മോടൊപ്പം ചർച്ചയ്ക്ക് ചേരുന്നത് ബഹുമാന്യ ഉസ്താദായ മൂസ സുലൈക്കാര, അതോടൊപ്പം സഫീർ അൽ ഹിക്കമിയും കൂടിയാണ്. ഇന്ന് നമ്മൾ ആദ്യമായി ചർച്ചയ്ക്കെടുക്കുന്നത് സമസ്ത വേദികളിൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമാണ്. പ്രാർത്ഥനയിൽ, അവിടെ കൂട്ടപ്രാർത്ഥനയിലെല്ലാം ഇലാ ഹളറത്തി എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളിലേക്കും, മരണപ്പെട്ട പല ആളുകളുടെ പേരിലേക്കും മറ്റും ഇലാ ഹളറത്തി വിളിച്ചുകൊണ്ട് അവരിലേക്ക് പ്രാർത്ഥിക്കുന്ന, അവരിലേക്ക് വിളിക്കുന്ന, തേടുന്ന ഒരു സംഭവം. കഴിഞ്ഞ ദിവസം നടന്ന ഇത്തരം സമസ്തയുടെ ഒരു പ്രോഗ്രാമിൽ നടന്ന ചെറിയൊരു ഭാഗം കണ്ടുവരാം. منا إلى حضرة روح نبينا وشفيعنا وخادينا ومعشوقنا مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا وارزق أهلنا وارزق أحبابنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته. وإلى حضرات أرواح جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين خصوصا إلى حضرة روح خضر عليه السلام وإلى حضرة روح إلياس عليه السلام وإلى حضرات أرواح ساداتنا صحابه البدريين والوحديين وبقية صحابة والقرابة كلهم أجمعين. وإلى حضرات أرواح مشايخنا خصوصا إلى حضرة روح شيخنا خواجة معين الدين سني السنجري الأجميري قدس الله سره العزيز. وإلى حضرة روح شيخنا ميران شاه الحميد الناوري قدس الله سره العزيز. وإلى حضرة روح شيخنا مرشدنا مربينا الشيخ عبد الله الجشي الصابري القادري الرفاعي السهر ورضي الرمضان قدس الله سره العزيز. وإلى حضرات أرواح أصولهم وفروعهم. ശരിക്കും ഇത്തരം പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ സ്വഹാബിമാരുടെയും ബദരീങ്ങളുടെയും മറ്റു ആളുകളുടെയും പേരിലേക്ക് ഇങ്ങനെ ഇലാ ഹളറത്തി എന്ന് വിളിച്ച് തേടുന്നത്, ഇതിൻ്റെ അപകടം എത്രത്തോളം ഉണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ ഈ വിഷയം ചർച്ചക്കെടുത്തതിൻ്റെ ഒരു പ്രസക്തി നമ്മൾ ആദ്യം കേൾക്കുന്നവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അഥവാ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന എന്നത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ശരിയാവുക എന്ന് മനസ്സിലാക്കിയിട്ടാണ് സമൂഹമുള്ളത്. പ്രാർത്ഥനയുടെ പ്രകടമായ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഇലാ ഹളറത്തി പോലെയുള്ള ചില പ്രയോഗങ്ങൾ. അതുണ്ടെങ്കിലാണ് ഭക്തി നിർഭരമായ ഒരു പ്രാർത്ഥനയാവുകയുള്ളൂ എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ മറഞ്ഞു കിടക്കുന്ന അപകടം എന്താണ്, ഇത് സമൂഹത്തിൻ്റെ വിശ്വാസത്തെ എങ്ങനെയാണ് ബാധിക്കുക, ഇതൊക്കെ ഇത്ര ഗൗരവമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ? അതാണ് വളരെ ഗുണകാംക്ഷയോടെ, ആത്മാർത്ഥതയോടെ നമുക്ക് ഈ ചർച്ചയിൽ കൊണ്ടുവരാനുള്ളത്. ഇതിലേറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ഇസ്ലാം പ്രാർത്ഥന എന്നതിന് കൊടുത്തൊരു പരിഗണനയും അതുപോലെ പ്രാർത്ഥന എങ്ങനെയാകണം അത് വളരെ വ്യക്തമാണല്ലോ. എന്നാൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് അതിനെപ്പറ്റി ധാരണയില്ല എന്നത് നമ്മൾ കാണാതെ പോകാൻ പാടില്ല. ഇപ്പോൾ ഖുർആനിൽ കാണാം, ഉദുഉ റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ കാര്യം പഠിപ്പിച്ചിടത്ത് റബ്ബല്ലാത്ത ഒന്നിനെ നമ്മൾ കാണുന്നില്ല. ഉദുഉ റബ്ബക്കും, റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. മറ്റൊരു പ്രയോഗം കാണാം, വദുഊഹു മുഖ്ലിസീന, വളരെ ആത്മാർത്ഥമായി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക.
ഇഖ്ലാസ്, നിഷ്കളങ്കമായി, റിയാ ആരെങ്കിലും കാണിക്കാനാകാൻ പാടില്ല. അതേപോലെ വേറെ എന്തെങ്കിലും ചിന്തകളോ അല്ലെങ്കിൽ തോന്നലുകളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതിലേക്ക് വേണം എന്നൊന്നും വരാൻ പാടില്ല. അതാണ് വദഊഹു മുഖ്ലിസീന എന്ന് പറഞ്ഞാൽ. മറ്റൊന്ന് കാണാം, വദഊഹു ഖൗഫൻ വതമഅ, നാളെ അള്ളാഹ് ഒരുക്കി വെച്ചൊരു ശിക്ഷ വരാനുണ്ട് എന്ന പേടിയോടെ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അതുപോലെ വത്തമഅ, തമഅ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഒരുക്കി വെച്ച സവാബ്, കൂലി വരാനുണ്ട്. അപ്പോൾ അത് ഓർത്തുകൊണ്ടാണ് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹ് പറയുന്നു, ഖുൽ ഇദ്ഉല്ലാഹ അവ ഇദ്ഉർ റഹ്മാൻ, പ്രവാചകരെ നിങ്ങൾ അള്ളാഹ് എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോളിയും റഹ്മാൻ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോളൂ. ഇതൊക്കെ ഖുർആൻ പഠിപ്പിച്ച ശൈലികളാണ്, വ്യത്യസ്ത ശൈലികളാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, പിന്നെ വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് പ്രാർത്ഥിച്ചോളൂ ഞാൻ ഉത്തരം തരാം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോടാണ് പ്രാർത്ഥിക്കുക. ഇങ്ങനെ വളരെ ആകർഷണീയമായ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഉണർത്തുന്ന, സമാധാനിപ്പിക്കുന്ന രീതിയിലാണ് വിശുദ്ധ ഖുർആൻ പ്രാർത്ഥനയുടെ ഭാഗം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഉൾക്കൊണ്ട് ഇത് മനസ്സിലാക്കി പോകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇനി വേറെ ഒരാളുടെ സന്നിധിയിലേക്ക് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹുവിൻ്റെ മുമ്പിൽ മനമുരുകി, അള്ളാഹുവിൻ്റെ മുമ്പിൽ മനസ്സാന്നിധ്യത്തോടു കൂടി കാര്യങ്ങളെ പറയുക, പ്രശ്നങ്ങൾ പറയുക എന്നത് പച്ചയായി ഇസ്ലാം പഠിപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ തകർക്കുന്ന അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള ഒന്നിലേക്ക് പോകേണ്ടതില്ല. ഇവിടെ ഈ യാഥാർത്ഥ്യം ആളുകൾക്ക് അറിയില്ല എന്നതോടൊപ്പം തന്നെ ഇലാ ഹളറത്തി എന്ന വിളിയുടെ പൊരുൾ, അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നും ആളുകൾക്കറിയില്ല. ആളുകൾക്ക് ഇലാ ഹളറത്തി എന്നൊരു കേൾവി മാത്രമേ ഉള്ളൂ. ശരിക്ക് ആ വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്തൊരു സമൂഹമാണ് ഈ മുസ്ലിയാക്കന്മാരുടെ, ഈ പുരോഹിതന്മാരുടെ മുമ്പിലുള്ളത്. അപ്പോൾ എന്താണ് ഇലാ ഹളറത്തിയിൽ മറഞ്ഞു കിടക്കുന്ന ലക്ഷ്യം, അല്ലെങ്കിൽ അത് എന്തിനാണ് പിന്നെ ഒരു പ്രത്യേക അടയാളമായി ഇവർ കൊണ്ട് നടക്കുന്നത്? മറ്റൊന്നുമല്ല, ഇലാ ഹളറത്തി വെച്ചുകൊണ്ട് അമ്പിയാക്കൾ അല്ലെങ്കിൽ ഔലിയാക്കൾ, മഷായിഖന്മാർ എന്നൊക്കെയാണ് പറയുന്നതോടുകൂടി അവർ ഇത് കേട്ട് ഈ പ്രശ്നം മനസ്സിലാക്കി അതിൽ ഇടപെടാൻ കഴിവ് നൽകപ്പെട്ടവരാണ് എന്ന ഒരു വിശ്വാസമാണ് ഇതിൻ്റെ പിന്നിൽ. ഇപ്പോൾ ഇലാ ഹളറത്തിൻ നബി എന്ന് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടു, അവിടുന്ന് അതറിഞ്ഞു. അതേപോലെ തന്നെ ഇനി പരിഹരിച്ചു തരാൻ വേണ്ടി അവിടുന്ന് ഇടപെടും. ഈ അന്ധവിശ്വാസമാണ് ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ആർക്കറിയില്ല, ഇത് കേൾക്കുന്നവർക്കറിയില്ല. മറ്റൊന്ന്, ഈ ഇലാ ഹളറത്തി പറഞ്ഞുകൊണ്ട് ആരൊക്കെ അതിൽ കൊണ്ടുവന്നോ അവരുടെ പിന്നെ ഹക്ക് ജാ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കൽ എളുപ്പമാണ്, അത് വേഗത്തിലായി കിട്ടും എന്ന ഒരു വിശ്വാസവും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ അങ്ങനെ ഒരു മാർഗം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം അള്ളാഹുവിലേക്ക് എങ്ങനെ അടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പച്ചയായി നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. ഇനി പിന്നെ അള്ളാഹു അല്ലാത്ത ഒരാൾ, അള്ളാഹ് എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, അതേപോലെ എല്ലാം കാണുന്നവനാണ്, അത് മുഖേന അവൻ്റെ അടിമകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിവുള്ളവൻ അള്ളാഹ് മാത്രമാണ്. ആ ഒരു സവിശേഷതയോ ആ ഒരു കഴിവോ അള്ളാഹു ആർക്കും എന്തായിട്ടില്ല, വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസത്തിൻ്റെ നേർവിപരീതമായിട്ടുള്ള ഒരാശയം ജനങ്ങളിലേക്ക് ഇതിലൂടെ ഇവർ കൈമാറുകയാണ്. ജനങ്ങളെ ആ ആശയത്തിൽ കെട്ടിയിടാൻ വേണ്ടി ഇവർ ഈ പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ശരിക്കും ഇലാ ഹളറത്തിയുടെ പൊരുൾ. അഥവാ പച്ചയായ ഷിർക്ക് പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യുക, ജനങ്ങളെ ആ ഷിർക്കിൻ്റെ വഴിയിലൂടെ എങ്ങനെ തെളിച്ചു കൊണ്ടുപോവുക എന്നതാണ് ഇലാ ഹളറത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ലക്ഷ്യം. അത് പ്രവാചകന്മാരപ്പോൾ നമ്മൾ ഈ ഇതിൽ കേട്ട പോലെ പിന്നെ പ്രവാചകന്മാരോട് പറഞ്ഞു, എന്നിട്ട് പ്രവാചകന്മാരെ പറഞ്ഞിട്ട് പിന്നെ കണ്ടോ ഖുസൂസൻ ഇലാ ഹളറത്ത് ഖിളിർ അലൈഹിസ്സലാം. അപ്പോൾ ഖിളിർ നബി അലൈഹിസ്സലാം പ്രവാചകന്മാരിൽ പെട്ടത് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് അവിടെ ഖിളിർ അലൈഹിസ്സലാമിനെ പ്രത്യേകം എടുത്ത് പറഞ്ഞു? അവിടെയാണ് ഒരു കാര്യം കൂടി നമ്മൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതായത് ഈ സമ്പ്രദായം
ആരുടേതാണ് എന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് ഖുസൂസൻ ഇലാ ഹദറത്തി ഖിളിർ അലൈഹിസ്സലാം എന്ന് പ്രത്യേകം ആ മുസ്ലിയാർ എടുത്തു പറഞ്ഞു. ഖിളിർ നബി പിന്നെ നബിയല്ല, വലിയ ഏറ്റവും ശ്രേഷ്ഠമാണ്. അതെ, ആ ചിന്തിക്കുന്ന ഒരു സമൂഹം ലോകത്ത് ഇപ്പോഴും ഉണ്ട്. അഥവാ ഇതിൻ്റെ ഉത്ഭവം ഷിയായിസാണ്. ജീവിച്ചിരിപ്പുണ്ട്. അതെ, ഇതിൻ്റെ ഉത്ഭവം ഷിയായിസാണ്. ഈ ഇലാ ഹദറത്തിയുടെയും ഉത്ഭവം ഷിയായിസാണ്. കാരണം ഷിയാക്കളുടെ ഈ നിലക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ ഇത് കാണും, ഇപ്പോഴും കാണും. ഈ ഷിയാക്കൾ നടത്തപ്പെടുന്ന ഇന്ന് കേരളത്തിൽ സമസ്ത നടത്തുന്ന കാര്യങ്ങളെപ്പോലുള്ള വിഷയങ്ങൾ ലോകാടിസ്ഥാനത്തിൽ ഷിയാക്കൾ നടത്തും. അവിടെ ഇലാ ഹദറത്തിക്ക് പ്രസക്തിയുണ്ട്. അതേപോലെ സൂഫികൾ അവരുടെ വേദികളിൽ, അവരുടെ സദസ്സുകളിൽ ഇലാ ഹദറത്തി നന്നായി പിന്നെ കേൾപ്പിക്കുന്നവരാണ്. അപ്പോൾ ഷിയാ സൂഫി വിശ്വാസപ്രകാരമുള്ള ഒരു കാര്യമാണ് ഖിളിർ അലൈഹിസ്സലാമിന് പ്രത്യേകമായൊരു പരിഗണന കൊടുക്കുക. അപ്പം എങ്ങനെ പറയൽ വെച്ചാൽ, ഇവരുടെ വ്യാജ ഔലിയാക്കളൊക്കെ ഖിളിർ അലൈഹിസ്സലാമിൻ്റെ സ്ഥാനത്താണ്. ആ ഔലിയാക്കളെ പിൻപറ്റി പോകുന്നവർ മൂസ അലൈഹിസ്സലാമിൻ്റെ സ്ഥാനത്താണ്. അഥവാ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖിളിർ അലൈഹിസ്സലാമിനെ കണ്ടെത്താനും കാര്യങ്ങൾ ചോദിച്ചറിയാനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ ഇങ്ങോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവരെ വ്യാജ ഔലിയാക്കന്മാരൊക്കെ വലിയ പിന്നെ ഹക്കീക്കത്തിലെത്തി അള്ളാഹുവിലേക്ക് ലയിച്ചവരാണ്, അവർ എന്തിനും ഏതിനും കഴിയുന്നവരാണ്, എങ്ങനെ ഇടപെടുന്നവരാണ് എന്നിടത്തേക്ക് അവരെത്തിച്ചു. ഇനി അവരെ പിൻപറ്റി വന്നവർ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ദർജയിലാണ്. അത്ര വരെ കാന്തപുരം മുസ്ലിയാർ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ വരെ കാന്തപുരം മുസ്ലിയാർ അടക്കമുള്ളവരെവിടെയാണ്? മൂസാ അലൈഹി സ്വലാമിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ അതാണ് ഇവിടെ പ്രത്യേകം ഇലാ ഹദറത്തി ഖിളിർ അലൈഹിസ്സലാം എന്ന് പറഞ്ഞത്. ഇനി അവിടെ തന്നെ പിന്നെ ഔലിയാക്കൾ മഷായിഖന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഖുസൂസൻ ഇലാ ഹദറത്തി പിന്നെ ചിഷ്തി. ഈ ചിഷ്തി എന്ന് പറഞ്ഞാൽ പിന്നെ സൂഫി ത്വരീക്കത്തിലെ പ്രധാനപ്പെട്ട ഒരു ത്വരീക്കത്താണ്. അതെ, ഖാദിരിയ, ചിഷ്തിയ, നക്ഷബന്ദിയ, സുഹറബന്ദിയ എന്നൊക്കെയുള്ള അതിൽപ്പെട്ട ഒന്നാണ് ചിഷ്തി. അപ്പോൾ ഈ ചിഷ്തി ത്വരീക്കത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്, അതേപോലെ ഖാദിരിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ പ്രസംഗിച്ച ഈ മുസ്ലിയാർ ചിലപ്പോൾ എന്തായിരിക്കും, ചിഷ്തി ത്വരീക്കത്തിൽ കുറച്ച് പിന്നെ ബന്ധം പുലർത്തുന്ന ആളായിരിക്കാം. അപ്പോൾ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ തന്നെ മതി. ഇത് തനിച്ച സൂഫിസമാണ്, ഷിയായിസമാണ്. ഇതിനെ ഒരിക്കലും അഹ്ലുസുന്നയുടെ ലേബലിൽ അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ പിന്നെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒന്നല്ല എന്ന് ഇതന്നെ തെളിവാണ്. അയാളുടെ ഹദറത്ത് വിളി തന്നെ തെളിവാണ്. അപ്പോൾ ഇതൊരിക്കലും ഇസ്ലാമിൻ്റെതല്ല. ഇത് തീർത്തും ഷിയാ സൂഫി ധാരയിലൂടെ അല്ലെങ്കിൽ ബറേൽവികളിലൂടെ കൈമാറി വന്നിട്ടുള്ള ഒരു അനിസ്ലാമിക അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ അവഗണിക്കുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ആ ഒരു വാക്കിന് അത്രയും അപകടമുണ്ടെന്ന് അർത്ഥം. ആളുകളെ ഷിർക്കിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവുക, മാടി വിളിക്കുക എന്നുള്ളതാണ് ആ പ്രയോഗം. ഇനി ഇതിപ്പോൾ സമൂഹത്തിൽ ഏതൊക്കെ വഴിയിലൂടെ ഇപ്പോഴും സമൂഹത്തെ ഇത് ബാധിച്ച് കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയ രോഗം പോലെ ഒരു നീർക്കെട്ട് പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഉണ്ടോ? ഈ നീർക്കെട്ട് ശരീരത്തിലുണ്ടായാലും നമുക്ക് ശരീരം എന്തോ ഒരു അവസ്ഥയിലേക്ക് വന്ന പോലെ ഒരു നീർക്കെട്ട് പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ സമസ്തക്ക് കൈയൊഴിക്കാൻ പറ്റാത്ത ഹദ്ദാദ് റാത്തീബ് എടുത്താൽ അതിൻ്റെ തുടക്കത്തിലേ കാണുന്നത് ഈ ഹദറത്താണ്. എല്ലാ അമ്പിയാക്കളിലേക്കും മഷായിഖന്മാരിലേക്കും ഒക്കെ ഇതിങ്ങനെ വിളിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ഹദ്ദാദ് റാത്തീബ് നടത്തുന്നത്. അപ്പോൾ ഇത് പള്ളിയിൽ വെച്ചാണ്. പള്ളികൾ അള്ളാനെ വിളിക്കാനുള്ളതാണ്. അപ്പോൾ ആ പള്ളികളിൽ വെച്ചിട്ട് ജനങ്ങളെ കൊണ്ട് ഹദറത്ത് വിളിപ്പിച്ച് അല്ലെങ്കിൽ അവരെ കേൾപ്പിച്ച് ഷിർക്കിലേക്ക് എന്ത് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. പിന്നെ ഏറ്റവും പ്രചാരത്തിലുള്ള കുത്തുബിയത്ത്. ഈ കുത്തുബിയത്തിൻ്റെ തുടക്കഭാഗം വായിച്ചാൽ തന്നെ ഈ ഹദറത്ത് എന്താണെന്നുള്ളത് പെട്ടെന്ന് തെളിയും. ഇപ്പോൾ കുത്തുബിയത്ത് ചൊല്ലേണ്ട വിധം എന്ന് പിന്നെ ഇത് ഈ കുത്തുബിയത്ത് പദാനുപദ പരിഭാഷയും വിശദീകരണവും എന്ന ഒരു മുസ്ലിയാർ എഴുതിയ സംഗതിയാണ്. കുത്തുബിയത്ത് ചൊല്ലേണ്ട വിധം പറഞ്ഞിട്ട് പറയാണ്. അതിങ്ങനെ പിന്നെ ഇതായിട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക അറിയോ, പിന്നീട് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്കും, ആ സന്നിധിക്കാണ് ഹദറത്ത് എന്ന് പറയാം. പിന്നീട് മറ്റ് അമ്പിയാക്കൾ, മുർസലീങ്ങൾ, സ്വഹാബികൾ, അന്ത്യനാൾ വരെ അവരോട് തുടർന്നവർ, അതുപോലെ മുഖറബീങ്ങളായ മലക്കുകൾ, ജിന്നുകൾ, ഗൗസുൽ ആളം, മറ്റു മഷായിഖന്മാർ മുതലായവരുടെ മേലിൽ ഓരോ ഫാത്തിഹ ഓതുക. അല്ലാണ്ട് പിന്നെ ശേഷം ഇഖ്ലാസ് മുഅവ്വിദത്തൈനി ഓതി ദുആ നിർവഹിക്കുക.
അപ്പോൾ ഈ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിറത്തൈനി ഇതൊക്കെ എന്തിനാ ഓതുന്നത്? ഇത് ഇവിടുന്ന് ഓതുമ്പോൾ ഈ പറയപ്പെട്ടവരൊക്കെ അത് കേൾക്കും, അവരതറിയും. എന്നിട്ട് അത് മുഖേന അവർ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും, അവർ അള്ളാഹുവിലേക്ക് എത്തിക്കും. ഇതാണ് ഖുതുബിയത്തിൻ്റെ തുടക്കം. എന്നിട്ട് ഇതിലെ രസം എന്താ വെച്ചാൽ ഈ പിന്നെ ഇതിങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇലാ ഹദറത്തി ഷഫീഇന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. അപ്പോൾ ആളുകൾ ഇങ്ങനെ അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പിന്നെ ഫാത്തിഹ. എങ്ങനെ, എന്താണ് ഈ സംഗതി? സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തൗഹീദിൻ്റെ അടിവേരാണ്. തൗഹീദിൻ്റെ ഏറ്റവും വലിയ ഒരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറയാണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹൻ്റെ അൽ ഫാത്തിഹ എന്ന് വിളിച്ചുകൊണ്ടാണ് ജനങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണത്? ശിർക്ക്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നതിൽ വരുന്നുണ്ട്, ആലോചിക്കണം. അതൊക്കെ ചൊല്ലിയിട്ടും ആളുകളെ കൊണ്ട് ഈ വിശ്വാസമാണ് എന്ത് ചെയ്യണത്? ഇവർ പിന്നെ കൊണ്ട് നടക്കുക. അതേപോലെ സുമ്മയില അർവാഹിൽ അംബിയാ വൽ മുർസലീൻ വസ്വഹാബ വത്താബിഈൻ വതാബിഇ താബിഈൻ ഇലാ യൗമിദ്ദീൻ അൽ ഫാത്തിഹ. കണ്ടോ, ഇവരൊക്കെ ജീവിച്ച, ഇതൊക്കെ ഇപ്പോൾ അംബിയാക്കളും മുർസലീങ്ങളും സ്വഹാബത്തും താബീങ്ങളൊന്നും ഇപ്പോൾ ഇവർ പരിചയപ്പെടുത്തുന്ന ഈ വ്യാജന്മാരല്ലല്ലോ. എന്നിട്ട് ഈ അംബിയാക്കളൊക്കെ ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവരാണ്. പല പരീക്ഷണങ്ങളും പ്രയാസങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ട് ഒരല്പം പോലും തെറ്റാതെ ഉറച്ചു നിന്നവരാണ്. അവരെ പേരിലും ശിർക്ക് ചെയ്യിപ്പിക്കുക. സുമ്മ ഇലാ അർവാഹിൽ ഔലിയായി വ ശുഹദായി വ സിദ്ദീഖീൻ വ സ്വാലിഹീൻ അൽ ഫാത്തിഹ. അവർ സുമ്മ ഇലാ അർവാഹി മലായിക്കത്തില്ലായി അൽ മുഖറബീൻ ജിബിരിൽ വ മീക്കായിൽ വ ഇസ്രാഫീൽ വ അസ്റായിൽ വ ഹഫലത്തിൽ വ റുഹാനിയ അൽ മുവക്കിലീൻ. ഇങ്ങനെ വന്നിട്ട് ഓരോന്നും പറഞ്ഞിട്ട് ഇനി ഇതിൽ ചില മലക്കുകൾ തൊംബ്രയാൻ, ഹഷ്തഷ്കിഷ്കു, പിന്നെ ഇങ്ങനെയുള്ള ഇതൊന്നും ഇപ്പോൾ ഏത് മലക്കുകളല്ലാവായാലോ. ഇതിലിപ്പോൾ ജിബിരി അലൈഹിസ്സലാം, അതുപോലെ പിന്നെ ഇസ്രാഫീൽ, മീക്കായിൽ, ഹഫലത്തിൻ്റെ മലായിക്കത്തുകൾ, ഇതൊക്കെ പ്രമാണങ്ങളിൽ വന്നതാണ്. പക്ഷേ ഈ തൊംബ്രയാനും ഹഷ്കഷ്തൂനും ഈ പിന്നെ എന്താണ് ഷൗഗാലും ഇതൊന്നും ആരാന്ന, അതൊക്കെ ഈ സൂഫി വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങൾ. ഇങ്ങനെ തുടങ്ങി ജനങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുക ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇലാ ഹദറത്തി ഗൗസിന വ ഖുതുബിന അശ്ശൈഖ് അസ്സയ്യിദ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി വ മശായിഖ് സിൽസിലത്തിൽ ഖാദിരിയ അൽ ഫാത്തിഹ. പിന്നെ ഇലാ ഹദറ സുമ്മ ഇലാ ഹദറ സാദാത്തി സയ്യിദന വ സയ്യിദന വ വലി, പിന്നെ നിഅമത്തിന അൽ ആരിഫ് ബില്ലാ ഷെയ്ഖ് സൈനുദ്ദീൻ അൽ മഖ്ദൂം. അങ്ങനെ അങ്ങനെ പോരെ. ഇത് എഴുതിയ ആൾ, കുത്തുബിയത്ത് എഴുതിയ ആൾ. അതെ. അപ്പോൾ ഈ നിലക്ക് ജനങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുക, ഇലാ ഹദറത്തി വിളിച്ചുകൊണ്ട് പച്ചയായ ഷിർക്ക് ചെയ്ത്. ഇത് മനസ്സിലാകാനപ്പം അങ്ങനെ വായിച്ചത്, കാരണം ഇതിൻ്റെ ശൈലിയാണ്. അപ്പോൾ ഈ കുത്തുബിയത്തിലൂടെ ഇനി എല്ലാ മാലകളും എടുത്തു നോക്കുക. സകല മാലകൾ എടുത്താൽ ഇപ്പോൾ പിന്നെ സലാം ബൈത്താകട്ടെ, അക്രം ബൈത്താകട്ടെ, അതേപോലെ തന്നെ മങ്കൂസ് മൗലിദാകട്ടെ, ഇങ്ങനെ തുടങ്ങി മൊഹീദ്ദീൻ മാലയാകട്ടെ, ഇതൊക്കെ ചൊല്ലാൻ വേണ്ടി ജനങ്ങളെ വിളിച്ചു കൂട്ടുമ്പോൾ അതിൻ്റെയൊക്കെ തുടക്കത്തിൽ ഇലാ ഹദറത്തി വിളിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ. കാരണം വലിയ ഷിർക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഓരോ സ്റ്റെപ്പാണ് ഇലാ ഹദറത്തി. ഇങ്ങനെ ആ സ്റ്റെപ്പ് കയറി 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 പിന്നെ ഏറ്റവും വലിയ ഷിർക്കിക്ക് ആളുകളെ കൊണ്ട് വിചാരിക്കും. അപ്പോൾ ഇത് ശംസുൽ ഉലമ അഥവാ പിന്നെ ഇ കെ മുസ്ലിയാർ എഴുതിയൊരു അജ്മീർ മൗലിദാണ്. ആ അജ്മീർ മൗലിദ് ഈക്കയും പറയണം എന്താ അറിയോ, ഇതാ വൈലാ ഹദറാത്തി, ഇലാ ഹദറത്തിൻ നബി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ വൈലാ ഹദറാത്തി അർവാഹി ആബാഹി വ ഇഖ്വാനിഹിം അൽ അംബിയാ വൽ മുർസലീൻ. ഇങ്ങനെ വന്ന് അൽ ഫാത്തിഹ. വൈലാ ഹദറാത്തി അർവാഹി അസ്ഹാബിഹി അൽ ബദരിയീൻ വൽ ഉഹദിയീൻ വസായിരി സ്വഹാബ കുല്ലിഹിം അൽ ഫാത്തിഹ. അപ്പോൾ ഇവരൊക്കെ കൂട്ടുപിടിക്കൽ ആവശ്യമാണ്. കാരണം ഈ കൂട്ടുപിടിക്കൽ എന്തിനാ വെച്ചാൽ ഇതൊക്കെ ഇസ്ലാമിൻ്റെതാണ് എന്നിങ്ങനെ എന്ത് ചെയ്യണം, ഒരു അടയാളമാണല്ലോ. ഇത് ഇസ്ലാമിൻ്റെതാണ് എന്നും ഇവരൊക്കെ നമ്മുടെ നമ്മളെ അറിയിക്കാൻ വേണ്ടി ആ പാരമ്പര്യത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് എന്ത് ചെയ്യണം, അതുകൊണ്ട് ഇതാക്കണം. ഇനി ഇതിലേറ്റവും വലിയ ഈ ഹദറത്ത് വിളിയുടെ ഒരു വമ്പൻ അപകടം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പിന്നെ പറഞ്ഞല്ലോ, ഈ പിന്നെ എന്താണ് ഖദർ അലൈഹി ഇസ്ലാമിനി ഒക്കെ വേറെ എടുത്ത് പറഞ്ഞല്ലോ എന്ന പോലെ ഇത് ഷിയായിസാൻ തെളിവ് എന്താ അറിയോ, അത് ഇതിലുണ്ട്, ഈ ഇതിലുണ്ട്. എങ്ങനെ നോക്കിക്കൊള്ളുക. വൈലാ ഹദറത്തി സയ്യിദന അൽ ഹസൻ റളിയല്ലാഹു അൻഹു വ സയ്യിദന അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു വൈലാ ഹദറത്തി ഉമ്മിഹിമാ ഫാത്തിമ സഹ്റാ വജദ്ദത്തിഹിമാ ഖദീജ അൽ കുബ്ര വസായിരി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ റിദ്വാനുല്ലാഹി തആല അൻ കുല്ലിഹിം അജ്മഈൻ അൽ ഫാത്തിഹ. അപ്പോൾ എന്തിനാണ് ഇവിടെ ഇപ്പോൾ നേരത്തെ ഇതിൻ്റെ നേരെ മേലെ ബദരീൻ ഉഹദീൻ വസായിരി സ്വഹാബ എന്നൊക്കെ വന്നല്ലോ. ഈ സായിരി സ്വഹാബ എന്ന് വന്നാൽ അതിൽ ആര് പെട്ടു? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പെട്ടു, ഫാത്തിമ റളിയല്ലാഹു അൻഹ പെട്ടു, ഖദീജ ഒക്കെ പെട്ടല്ലോ. പിന്നെ എന്തിനത് വേറെടുത്തു? ഇതാണ് ഷിയായിസം.
അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അലി റളിയല്ലാഹു അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഈ 5 ആളുകൾക്ക് ഒരു പിന്നെ ഉലൂഹിയത്തിൻ്റെ പദവി, ഒരു ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടുള്ള ഇസ്ലാം വിരോധിച്ച തരത്തിലുള്ള ഒരു പരിഗണന കൊടുത്തുകൊണ്ടുള്ള രീതിയാണ് ആരത്? അഹ്ലുൽ ഖസാ എന്നൊക്കെയാണ് അവർ പ്രത്യേകം അറിയപ്പെടുക ഷിയാക്കൾക്കടിയിൽ. അതേ കാര്യം EK മുസ്ലിയാരാണ് എന്ത് ചെയ്യണത്? അയാൾ ഷംസുൽ ഉലമ എന്ന EK മുസ്ലിയാർ അയാൾ എഴുതി കൂട്ടിയ ഈ ഇതിൽ. ഇനി അതുമല്ല, എല്ലാ ഷിയ നേതാക്കളും ഇതാ വൈല ഹദറത്തി സയ്യിദ്ന സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, വൈല ഹദറത്തി സയ്യിദ്ന അൽ ബാഖിർ, വൈല ഹദറത്ത് സയ്യിദ്ന ജഅഫർ സ്വാദിഖ്. ഇതൊക്കെ ഈ മൂസൽ കാലിമക്കാരെ തനിച്ച ഷിയാണ്. മൂസൽ കാലിം, ജാഫർ സ്വാദിഖ്, അതേപോലെ ബാഖിർ, ഇതൊക്കെ. അപ്പോൾ ഈ ഷിയ നേതാക്കന്മാരൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക? അവരിലേക്കൊക്കെ ഇതിങ്ങനെ, അവരെ സന്നിധിയിലേക്കൊക്കെ ഇതിങ്ങനെ വിട്ടുകൊടുക്കുക. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ ഈ ഇലാ ഹദറത്ത് എന്ന, പിന്നെ ഇവിടെ വൈലാ ഹദറത്ത് സയ്യിദ്ന ഇമാം അലി ഇബ്നു അബി ത്വാലിബ് കറമല്ലാഹു വജ്ഹ. ഈ കറമല്ലാഹു വജ്ഹ എന്നുള്ള ഈ പ്രയോഗം തന്നെ ഷിയാക്കളതാണ്. കാരണം അഹ്ലുസുന്നയുമായി ബന്ധപ്പെട്ട പ്രയോഗമല്ല, ഇത് ഷിയ പ്രയോഗമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2 സമസ്തക്കും വിടാൻ പറ്റാത്ത ആളാണ് ആര്? EK. ആ EKൻ്റെ കോലാപ്പത്. അപ്പോൾ ഈ ജനങ്ങളെ ഈ ഷിർക്കിൽ കെട്ടിയിടുക എന്ന് തന്നെയാണ് ഇതുകൊണ്ടൊക്കെ ഇവർ ലക്ഷ്യമാക്കുന്നത്. ഇപ്പോൾ സജീവമായിട്ട് പള്ളികളിലൊക്കെ മജ്ലിസുന്നൂർ, EKക്കാരും മജ്ലിസുന്നൂറും AP-ക്കാരും ഹദറത്തുൽ ബദരിയയും. ഇതിൻ്റെ 2ൻ്റെ ഉള്ളിലും ഇലാ ഹദറത്തിയാണ്. ഇലാ ഹദറത്തി മാത്രമല്ല, ഇപ്പോൾ നമ്മൾ EK എഴുതിയ ഷിയായിസം കേട്ടല്ലോ, ആ ഷിയ പോലത്തെ കാര്യം തന്നെ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഹദറത്തുൽ ബദരിയിൽ പ്രത്യേകം എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ ഈ അഹ്ലുൽ ഖസായിനെടുത്ത് പറയുന്നുണ്ട്. ഈ 5 ആളുകൾ പ്രത്യേകം ഇതിൽ എടുത്ത് ചേർത്താ. പിന്നെ അതാ വാഹലിൽ ഖസായി വൽ ഖുലഫായിൽ അർബഅ അബീബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി വാഹലിൽ ഖസായി വ അസ്വാജ് നബിയിക. അപ്പോൾ ഈ അഹ്ലുൽ ഖസാ ആരാ? ഈ 5 പേരാണ് ഷിയാക്കളെ വിശ്വാസപ്രകാരം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആളുകൾ വലിയ കാര്യമായി കാണുന്ന ഹൽക്കകൾ, അതുപോലെ ഈ ആണ്ട് ഉറൂസ്, പിന്നെ ആചാരങ്ങൾ, ഈ കപട ആത്മീയ സദസ്സുകൾ, ഇപ്പോൾ സോഷ്യൽ മീഡിയ വ്യാപിച്ച കാലമാണ്. പല പേര് നൂറെ ഹബീബ്, മറ്റേ മദനീയം, അതേപോലെ തന്നെ ഇതൊക്കെ മുസ്ലിയാക്കന്മാർ ഓരോ സാധനം കൊണ്ട് ഇറങ്ങിക്കാണല്ലോ. അതൊക്കെ നോക്കുകൊണ്ടു അതൊക്കെ തുടങ്ങുമ്പോൾ ഇലാ ഹദറത്തി വിളിച്ചുകൊണ്ടേ തുടങ്ങുള്ളൂ. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തിൽ കാണുക. ഈ ചാനലിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഇസ്ലാമിൻ്റെ വേഷം മറയാക്കി പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ, അവർ സുഖിപ്പിച്ച് അവർ മുന്നിക്ക് വരുമ്പോൾ പച്ചയായ ഷിർക്കിലേക്ക് വലിച്ചു കൊണ്ടുപോകുകയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ സമൂഹം രക്ഷപ്പെടും. ഇപ്പോൾ എങ്ങനെ വെച്ചാൽ പ്രാർത്ഥന എന്ന സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് ഈ ഷിർക്ക് കച്ചവടം. പ്രാർത്ഥന എന്നുള്ള സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഷിർക്ക് ഇങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് വ്യാപകമായി നടക്കുന്നത്. അതേപോലെ തന്നെ ഖുശൂഇനെ അവഗണിക്കുകയാണ് ശരിക്കും ഇവിടെ. കാരണം ഖുശൂ എന്ന് പറഞ്ഞാൽ മനസ്സാന്നിധ്യമാണ്. നമ്മൾ മനസ്സാന്നിധ്യം അറിയിക്കേണ്ടത് അള്ളാഹിൻ്റെ മുമ്പിലാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ മനസ്സാന്നിധ്യം അറിയിക്കേണ്ടതിന് പകരം ആദ്യം ചെയ്യേണ്ട പണി എന്തായോ? ഈ അമ്പിയാക്കളിലേക്കും മശായിഖന്മാരിലേക്കും വ്യാജ ഔലിയാക്കളിലേക്കും മനസ്സ് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ ഖുർആൻ പറഞ്ഞൊരു ആയത്തെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ് വ അന്നമാ യദ്ഊന മിൻ ദൂനിഹി അൽ ബാത്തിൽ. അപ്പോൾ ഹക്കായിട്ട് അള്ളേ ഉള്ളൂ, അള്ളാഹ്ക്ക് പുറമേ ഉള്ളതെല്ലാം ബാത്തിലാണ്, നിരർത്ഥകമാണ്. ശരിക്കും നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നതറിയോ? ഈ വ്യാജന്മാരായ നിരർത്ഥകരായ ആളുകളിലൂടെ എവിടേക്കെത്താൻ നോക്കുകയാണ്? യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് എത്താൻ. അത് ഒരിക്കലും നടക്കൂലല്ലോ. അപ്പോൾ നമുക്കൊരു സ്ഥലത്തേക്ക് പോകാണ്ട്, അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകാൻ നേരിട്ട് എത്തുന്ന അല്ലെങ്കിൽ മറ്റ് വഴികളിലൂടെ പോയി എത്തുന്ന സൗകര്യങ്ങൾ ഉണ്ടായിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ ഏതൊക്കെ വഴിയിലൂടെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഞാൻ എന്താ അവിടേക്ക് എത്താത്തതെന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന പോലെയാണ്. നമുക്ക് ലക്ഷ്യം നമ്മുടെ ആവശ്യങ്ങളും മറ്റും റബ്ബിനോട് പറയണം. അതിനെന്തില്ല, ഇങ്ങനത്തെ വ്യാജ വഴികളില്ല. അപ്പോൾ ശരിക്കും ഈ ആയത്തിന് എതിര് പോലുമാണ് ഈ ഇലാ ഹദറത്തി. ദാലിക ബി അന്നല്ലാഹു വൽ ഹഖ് എന്നുള്ള ആയത്തിന് എതിരാണ് ശരിക്ക് ഈ സമൂഹത്തെ കൊണ്ട് ഇവർ ചെയ്യിപ്പിക്കുന്ന ഇലാ ഹദറത്തി. അത് സമൂഹം തിരിച്ചറിയണം. ഇതത്രയും വലിയൊരു അപകടം ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. അത് തിരിച്ചറിഞ്ഞായിരിക്കണം ഇതിനോടൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ടത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കണം. ഇത്ര ഗൗരവമുള്ള ഒരു കാര്യമാണല്ലോ ഈ ഇലാ ഹദറത്തി എന്നുള്ള ഈ പ്രയോഗങ്ങളും മറ്റുമൊക്കെ. അപ്പോൾ ശരിക്കും നമുക്ക് ഖുറാനിലും പ്രവാചകൻ്റെ ചര്യയിലൊക്കെ കുറേ പ്രാർത്ഥനകളും റസൂലിൻ്റെ പ്രാർത്ഥനയൊക്കെ കാണാൻ സാധിക്കും. ശരിക്കും ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥന ഇതല്ലല്ലോ. ഇതിൽ ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇലാ ഹദറത്തി എന്ന് പറയുന്നത് ഈ പറയപ്പെട്ടതുപോലെ റസൂലിലേക്കും സഹാബികളിലേക്കും ഒക്കെ അവരുടെ സന്നിധിയിലേക്ക് പ്രദർശിപ്പിക്കുകയാണ്. ഹദറത്ത് എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിക്കുകയാണ്.
അവർ ഫാത്തിഹ ഓതി ഇവരൊക്കെ മുന്നിൽ പ്രദർശിപ്പിച്ച് ഈ ആളുകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് പിന്നെയുള്ള പ്രാർത്ഥന അള്ളാഹുവോടാണെങ്കിലും ഇവരെ മുൻനിർത്തി കഴിയാണ്. അതിൻ്റെ ഇടയിൽ പ്രാർത്ഥനാ വാചകങ്ങൾ പോലും ഇവരെ പേര് വിളിച്ചുകൊണ്ടുള്ള വാചകങ്ങൾ നമുക്ക് ഉണ്ട് മറ്റൊരു വിഷയം. ഏതായിരുന്നാലും ഇതിൻ്റെ പ്രാർത്ഥനയിലെ വശങ്ങളും അതിലെ വാചകങ്ങളൊക്കെ പലതും ഷിർക്കിൻ്റെ വചനങ്ങളും അള്ളാഹുവോടല്ലാതെ ഈ അമ്പിയാക്കളോട് അല്ലെങ്കിൽ ഈ പറയപ്പെട്ട വലിയകളോടും ആളുകളോടൊക്കെ തേടുന്ന നേരിട്ടുള്ള പ്രാർത്ഥനകൾ തന്നെ ഇത്തരം പ്രാർത്ഥനകൾ കടന്നു വരാറുള്ളത് ഒരു വശമാണ്. ഇനി ഈ പറയപ്പെട്ട രൂപം ഇവർ പറയുന്നത് പോലെ ഇലാഹലർത്തി വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അതല്ലെങ്കിൽ ഏതൊരു മജ്ലിസ് ആരംഭിക്കുമ്പോഴും ഇവരുടെ മുമ്പിലേക്ക് ആദ്യം നമ്മൾ ഫാത്തിഹയും അതുപോലെ ഇഖ്ലാസും ഒക്കെ ഓതി പ്രദർശിപ്പിച്ച ശേഷമായിരിക്കണം ആരംഭിക്കേണ്ടത് എന്നൊക്കെയാണ് എന്ന് നമുക്ക് അംഗീകരിച്ചു കൊടുത്താൽ തന്നെ മാതൃക എവിടെ കിട്ടണം? നമുക്ക് പ്രവാചകൻ മാതൃക കിട്ടണം. ഇസ്ലാം ദീനെ മുഴുവൻ കാര്യങ്ങൾ പഠിപ്പിച്ചു വന്നുകൊണ്ട് അല്യവും അക്മൽത്തിലക്കും ദീനക്കും എന്ന ആയത്തിലൂടെ ഇസ്ലാമിൽ എന്തൊക്കെ നമ്മൾ ആചരിക്കേണ്ട അനുഷ്ഠാനങ്ങൾ ഉണ്ടോ അതൊക്കെ പഠിപ്പിച്ച് പൂർത്തിയാക്കിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയത്. അതുകൊണ്ട് തന്നെ ആ റസൂൽ കാണിച്ചു തന്ന മാതൃകയിലില്ലാത്ത ഒരു കാര്യം, അത് പ്രാർത്ഥനയാകട്ടെ, ആരാധനകളാകട്ടെ, നമസ്കാരമാകട്ടെ, എന്താകട്ടെ ഇല്ല. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, അന്നേ ദിവസം ദീനായ എന്തുണ്ടോ അത് മാത്രമേ ഇന്നും ദീനുള്ളൂ, അന്ന് ദീനല്ലാത്ത എന്തുണ്ടോ അത് ഇന്നും ദീനല്ല. അപ്പോൾ ഇതെന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നമുക്ക് ഉണ്ടായിരിക്കണം, അതില്ലെങ്കിൽ ചെയ്യാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, നമ്മൾ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന് പല സന്ദർഭങ്ങളിൽ സഹാബികളുടെ കൂടെ നിന്നിട്ടുണ്ട്. ഒരുമിച്ചും ഒറ്റക്കും ഒക്കെ പ്രാർത്ഥിച്ച കുറേ സന്ദർഭങ്ങൾ കാണാൻ കഴിയും. ഇപ്പം ബദർ തന്നെ നമുക്ക് എടുക്കാം. വേറെ ബദരീങ്ങളിലേക്കാണല്ലോ സാധാരണ കൊണ്ട് പ്രദർശിപ്പിക്കുക. ബദർ വരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ്റെ പ്രാർത്ഥന നമുക്ക് ഹദീസിൽ കാണാം. അള്ളാഹുവിലേക്ക് 2 കരങ്ങൾ നീട്ടിയിട്ട് തൻ്റെ തോളിലുള്ള മുണ്ട് താഴെ വീഴുമാറ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ അൻജിസ്മാ വഅതനി അല്ലാഹുമ്മ ആതിമാ വഅതനി പ്രാർത്ഥിക്കണം. അബൂബക്കർ റസൂൽ മദി റസൂൽ എന്ന് പറഞ്ഞ് പിന്നെ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ എന്ത് ചെയ്യാമായിരുന്നു? പ്രവാചകന് മുമ്പ് കടന്നുപോയ ഇലാ ഹളർത്തി ഇബ്രാഹിം അല്ലെങ്കിൽ ഇസ്മായിൽ അല്ലെങ്കിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ അവരിലേക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ല. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു ആണല്ലോ ഒന്നാമത്തെ ഖിലാഫത്ത് ഏറ്റെടുത്തത്. ആ അബൂബക്കർ റളിയല്ലാഹു ഏതെങ്കിലും സന്ദർഭത്തിൽ പ്രവാചകനിലേക്ക് സന്നിധിയിലേക്ക് വെച്ചത്? അവരുടെ വഫാത്തിന് ശേഷം പിൽക്കാലത്ത് ജീവിച്ച സഹാബികൾ ആരെങ്കിലും, അവർക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളുകളുടേത്? ഇങ്ങനെ ഒരു സംഗതി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ എനിക്ക് ശേഷം അലൈക്കും ബി സുന്നത്തി വസുന്നത്തിൽ ഖുലഫാ ഇറാഷിദീൻ എന്ന പ്രവാചകൻ പറഞ്ഞു, എനിക്ക് ശേഷമുള്ള സച്ചരിതരായ എൻ്റെ പിൻഗാമികൾ നിങ്ങൾ പിൻപറ്റണം. അവിടെ ഒന്നും മാതൃകയിൽ കാണാൻ കഴിയില്ല. ഇനി ഖുർആനത്തെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ ഖുർആനിൽ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ 21-ാം അധ്യായം സൂറത്തുൽ അംബിയ, പ്രവാചകന്മാർ എന്നാണ് ആ സൂറത്തിൻ്റെ പേര്. ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 83 മുതലുള്ള വചനങ്ങളിൽ അയ്യൂബ് നബിയുടെ സംഭവം തൊട്ട് ചില പ്രവാചകന്മാർക്ക് ബാധിച്ച പ്രയാസങ്ങളും അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും കാണാം. ഇപ്പോൾ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ രോഗം വന്നു, പിന്നെ ശരീരത്തിൽ വ്രണങ്ങളുണ്ടായി, പ്രയാസപ്പെട്ടവർ പ്രാർത്ഥിച്ച എന്തായിരുന്നു? അന്നി മസ്സനിയൽ ദുർ വ അൻത അർഹമുർ റഹീമീൻ. ആരോട് പ്രാർത്ഥിച്ചു? നാദാ റബ്ബഹു എന്നാണ്. വ അയ്യൂബ് ഇദ് നാദാ റബ്ബഹു, അള്ളാഹുവോട് പ്രാർത്ഥിച്ച് നേരിട്ട് അള്ളാഹുവോടാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദന്നൂൻ എന്ന് ഖുർആൻ പിന്നെ പ്രയോഗിച്ച യൂനുസ് നബി പ്രാർത്ഥിച്ച എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രവാചകന്മാർ, സക്കരിയ നബി തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയും ഖുർആനുകളും അവരാരും എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും പ്രവാചകനെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച് കാണാൻ കഴിയില്ല. ഇപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം ബനു ഇസ്രായേലിൽ ധാരാളക്കണക്കിന് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ഈസാ നബി അവരിൽപ്പെട്ട പ്രവാചകനാണ്. ഒരുപാട് പ്രവാചകന്മാരുണ്ട്. അവരാരും ഈ പറയപ്പെട്ട ഇവർ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ് ഖുസൂസൻ പ്രത്യേകിച്ച് പറഞ്ഞത്. ഇപ്പം മൂസാ നബിയുടെ കൂടെ കാലഘട്ടക്കാരനായിരുന്ന ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിലേക്ക് പിന്നെ പാർസലാക്കുന്ന അല്ലെങ്കിൽ അവരുടെ സന്നിധിയിലേക്ക് പിന്നെ എന്തെങ്കിലും പറയുന്ന അതൊരു പ്രവാചകൻ്റെ ചരിത്രത്തിലും അള്ളാഹു ഖുർആനിലും പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ പ്രവാചകൻ്റെ ചര്യയിലേക്കാണ്. എന്തുകൊണ്ടില്ല? അതാണ് മൂസാ സ്വലായിയുടെ പഠിപ്പിച്ചത്. അത് ശിർക്കാണ്. ഇവർ പ്രാർത്ഥിക്കുന്ന ഒരു രീതി അള്ളാഹു അല്ലാത്തവരിലേക്ക് സമർപ്പിക്കുന്ന, അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രദർശിപ്പിക്കുന്ന, അള്ളാഹു അല്ലാത്തവരിലേക്ക് മരിച്ചവരെ കൊണ്ടും അല്ലാത്തവരെ കൊണ്ടും തെറ്റായ രൂപത്തിൽ ഇടതേട്ടം നടത്തുന്ന ശിർക്കിയായ തവസ്സുൽ, അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം എന്താണ്? ഇന്നഹു മയുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഇത് ചില്ലറ വിഷയമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പങ്കുവെച്ച് ചേർക്കുന്നതിന് ശിർക്ക് എന്ന് പറയാം.
ആ ശിർക്കാരെങ്കിലും ചെയ്താൽ അവന് സ്വർഗം നിഷിദ്ധമാകും, നരകം ശാശ്വതമാകുമെന്ന് അള്ളാഹുവിൻ്റെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ശിർക്കിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയാണ് ഈ വിഷയത്തിൽ വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കിയ പ്രകാരം പ്രവാചകന്മാരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും നേരിട്ടത്. അവരുടെ ചരിത്രത്തിലും പിന്നീട് വന്ന സ്വഹാബിമാരുടെയും ഉത്തമ തലമുറയുടെയും ചരിത്രത്തിലൊന്നും ഇത്തരം പ്രാർത്ഥനയുടെ രീതി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത് തനിച്ച ശിർക്കിലേക്കാണ് സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നതെന്ന് സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്.